ഹലോ ഗൈസ്, നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് മലബാറിൻ്റെ സ്വന്തം വിഭവമായിട്ടുള്ള ചട്ടിപ്പത്തിരിയാണേ. ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് കാണുന്നത്. സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റിസ്ക് ആണ്, എന്നാലും നമുക്ക് നോക്കാം. മൈദ നന്നായിട്ട് കുഴച്ച് കുഞ്ഞു കുഞ്ഞു പത്തിരികളാക്കി എടുക്കണേ. എന്നിട്ട് ആ പത്തിരികൾ ലെയറാക്കി വെച്ചിട്ടാണ് ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ദെൻ ഈ ഷീറ്റ് ചൂടായി പൊള്ളച്ച് വരുന്ന സമയത്താണ് ചെറിയൊരു കീറലുണ്ടാക്കി വീണ്ടും ഇതിനെ 2 ഷീറ്റുകളാക്കുന്നത്. അടുത്തത് ഒരു പാൻ എടുത്ത് മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മുട്ട നമുക്ക് ചിക്കിയെടുക്കാം. വീണ്ടും ഒരു ബൗൾ എടുത്ത് മുട്ട ഒഴിച്ച് അതിലോട്ട് കുറച്ച് പാലും പഞ്ചസാരയും ഏലക്കയും എടുത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയുടെ ഷീറ്റുകളൊക്കെ ഇതേ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി ഒരു പാനിലോട്ട് എണ്ണ തടവി അതിലേക്ക് ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഷീറ്റ് എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ മുക്കിയിട്ട് ഇതിന് മേലെ ഇങ്ങനെ വിരിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് ചട്ടിപ്പത്തിരിയുടെ ഫസ്റ്റ് ലെയർ. ഇങ്ങനെ അടുത്ത ലെയേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിന് കൂടെ തന്നെ കിസ്മിസും നട്ട്സും കൂടി ആഡ് ചെയ്യണേ. എല്ലാ ലെയറുകളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നമുക്കിത് ഇതിന് മേലെ കസ്കസും കൂടി ഇട്ട് കൊടുക്കാം. ദെൻ നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടെങ്കിലും ഈ റെസിപ്പീസിൻ്റെ ഒക്കെ അടുത്തോടെ പോലും പോകരുത് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. എന്തായാലും നമ്മുടെ ചട്ടിപ്പത്തിരി ദേ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. ഇത് ഉണ്ടാക്കി തന്ന മുബിതാത്തേക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ എന്നെപ്പോലെ മടിയില്ലാത്തവരൊക്കെ ഒന്ന് ഈ ഐറ്റം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.